പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മളൊരു പൊതു ശീർഷകം കൊടുത്ത് 2 പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുകയായിരുന്നു. അനുഷ്ഠാനവും അനുഭവവും. നമ്മളുടെ ആരാധന എങ്ങനെ നമുക്ക് അർത്ഥപൂർണമായി മാറ്റാൻ കഴിയും, അത് അനുഭവമായി നമുക്ക് രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ ആരാധനാ ജീവിതം, ദൈവവുമായുള്ള നമ്മളുടെ ബന്ധം ഊഷ്മളമാക്കി സൂക്ഷിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും, ഇത് നമ്മൾ ഒന്നുകൂടി ഓർക്കുകയും ഉരുവിടുകയും അത് നിഷ്ഠയോടുകൂടെ ഇനിയും പൂർണ്ണമായും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുവാൻ ശ്രമിക്കുകയും ചെയ്യും എന്നൊരു തീരുമാനമെടുക്കുന്നതിന് സഹായിക്കുന്ന വിധമായിരുന്നു. ഇന്നത്തെ അതിനോട് ചേർന്ന് വരുന്ന 3-ാമത്തെ പാഠം അനുഷ്ഠാനവും അനുഭവവും. അതിൻ്റെ 3-ാമത്തെ പാഠം, അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് സങ്കല്പവും സമർപ്പണവും, യാഗവും പ്രസാദവും എന്നിങ്ങനെ 4 വാക്കുകളാണ്. സങ്കല്പവും സമർപ്പണവും, യാഗവും പ്രസാദവും. എന്താണ് ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ പ്രായോഗികമായി പറയാം. ഒരനുഭവം ഉണ്ടായപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ വിശുദ്ധ കുർബാന പ്രധാന കാർമ്മികനായി വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിന് ഒരുങ്ങുകയാണ്. ഒരുക്ക പ്രാർത്ഥന അല്ലെങ്കിൽ തുയോവ പ്രാർത്ഥന കഴിഞ്ഞു. വിശുദ്ധ കുർബാന ആരംഭിക്കണം. വെളിവ് നിറഞ്ഞോ ഈശോ ചൊല്ലി തുടങ്ങി. അപ്പോൾ ധൂപകലശമെടുക്കുന്ന ശുശ്രൂഷകൻ ധൂപകലശവുമായി എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആ ധൂപകലശത്തിൽ, ധൂപക്കുറ്റിയിൽ 1/4 ഭാഗമേ കരിയുള്ളൂ. കത്തിച്ച കരിയാണ്, 1/4 ഭാഗമേ ഉള്ളൂ. കുന്തിരിക്കം എടുക്കാനായി ശ്രദ്ധിക്കുമ്പോൾ അത് വലിയ കട്ടകളായിട്ടാണ്. സാധാരണഗതിയിൽ അങ്ങനെയല്ല. കുന്തിരിക്കം ചിലപ്പോൾ വലിയ കട്ടകളായി വരുന്നത് ധൂപം വീശുവാൻ നിയോഗിക്കപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൻ അത് പരുവപ്പെടുത്തി തയ്യാറാക്കി വയ്ക്കും. ചെറുതായി മണിക്കുന്തിരിക്കം പോലെ അത് ക്രമീകരിച്ചു വെക്കും. ധൂപകലശത്തിൽ ഏതാണ്ട് നിറയെ കരി കത്തിച്ച് ധൂപാർപ്പണത്തിന് സാഹചര്യം ഒരുക്കും. പക്ഷെ ഇതങ്ങനെ കണ്ടില്ല. അന്നേരം ആ സന്ദർഭത്തിൽ അതങ്ങനെ അങ്ങ് പൂർത്തീകരിച്ച് ധൂപാർപ്പണം പൂർത്തീകരിച്ചൊക്കെ കഴിഞ്ഞ് വിശുദ്ധ കുർബാന കഴിഞ്ഞ ശേഷം ധൂപകലശമെടുത്ത യുവാവായ മകനും ശുശ്രൂഷകരായ യുവാക്കളായിരുന്നു ഏറെയും. അവരും ഞാൻ വിശുദ്ധ കുർബാനാനന്തരമുള്ള പ്രാർത്ഥന പൂർത്തീകരിക്കുന്നവരെ അവർ കാത്തു നിന്നു. ഞാൻ അവരോടായി പറഞ്ഞ 1-2 കാര്യങ്ങളാണ് പൊതുവായി എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ പിമ്പിൽ ഒരു പ്രമാണമുണ്ട്, ഒരു തത്വം, ഒരു സങ്കല്പമുണ്ട്. എന്താണ് ആ പ്രമാണം, ആ തത്വം എന്താണ്? ധൂപകലശത്തിൽ എന്തുകൊണ്ടാണ് ആ കലശം നിറയെ കരി കത്തിച്ചു വയ്ക്കണം? സുഗന്ധവർഗം, കുന്തിരിക്കം, അത് കൊച്ചു കൊച്ചു മണികളായി അത് പാകപ്പെടുത്തി വയ്ക്കണം. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഒരല്പം ഒന്ന് കുറഞ്ഞാൽ എന്താ? അങ്ങനെയല്ല. എന്തുകൊണ്ട് അങ്ങനെയല്ല? അത് നമ്മളുടെ മനസ്സിൻ്റെ ഒരുക്കമാണ് സൂചിപ്പിക്കുന്നത്. ആ ധൂപകലശം ശരിയായി എടുക്കുമ്പോൾ അത് നമ്മളുടെ മനസ്സിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ പിമ്പിൽ ഒരു സങ്കല്പം എന്നു വെച്ചാൽ ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുന്ന ഒരു ഓഫറിങ്ങാണ്, ഒരു കാഴ്ചയാണ്.
യഥാർത്ഥത്തിൽ ധൂപാർപ്പണം ഒരു അർപ്പണമാണ്, കാഴ്ചയാണ്. ദൈവത്തിന് സമർപ്പിക്കുന്ന ധൂപാർപ്പണമാണ്, കാഴ്ചയാണ്. അത് യാഗമാണ്. അത് ദൈവ പ്രസാദമായി നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളുടെ അർപ്പണം അത് പൂർണ്ണമായിരിക്കണം, അത് സമർപ്പണത്തോടു കൂടിയും ഉള്ളതായിരിക്കണം. അപ്പോൾ അത് പൂർണ്ണമാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ മനസ്സൊരുക്കി അത് പാകപ്പെടുത്തി വെച്ചു. രണ്ടും ധൂപകലശം നിറയെ കരിയും അതിൽ നിക്ഷേപിക്കുവാനുള്ള കുന്തിരിക്കം പാകപ്പെടുത്തി. അങ്ങനെ വരുമ്പോഴാണ് ആ ധൂപയാഗം യഥാർത്ഥത്തിൽ പ്രസാദമായി മാറുന്നത്. ഇതിൻ്റെ എല്ലാം പിമ്പിലുള്ള സങ്കല്പം എന്താണ്, തത്വം എന്താണ്, പ്രമാണം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു യാഗാർപ്പണമാണെന്നുള്ള തത്വം. ആ സങ്കല്പമുണ്ടാകുമ്പോൾ നമ്മൾ സമർപ്പണത്തോടുകൂടെ അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നു. അപ്പോൾ ആ ധൂപയാഗം അത് വേണ്ടവണ്ണം ചിട്ടപ്പെടുത്തി ദൈവസന്നിധിയിൽ ഒരുക്കത്തോടുകൂടെ, തെളിമയോടുകൂടെ, സന്തോഷത്തോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ആ ധൂപകലശം വീശി ത്രോണോസിൽ സമർപ്പിച്ച് ആ ത്രോണോസിൽ നിന്ന് പിതാവാം ദൈവത്തിൻ്റെ, പുത്രൻ തമ്പുരാൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം സ്വീകരിച്ച് നമ്മൾ ജനങ്ങളിലേക്ക് തിരിഞ്ഞ്, മദ്ബഹായിലുള്ളവരിലേക്ക് തിരിഞ്ഞ് അവർക്ക് അനുഗ്രഹം വീശി അത് പ്രസാദമായി നൽകി, പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് എല്ലാ ദൈവമക്കൾക്കും അത് ആ ധൂപം പങ്കുവെച്ച് അവരത് സ്വീകരിച്ചത് പ്രസാദമായി നമുക്കും അവർക്കും. അനുഷ്ഠാനം അനുഭവമായി മാറുന്നത് ഈ ധൂപാർപ്പണത്തിൻ്റെ കാര്യം മാത്രം നാം എടുക്കുമ്പോൾ ഈ സങ്കല്പം, സമർപ്പണം, യാഗം, പ്രസാദം ഇവയെല്ലാം കൂടെ ഇണങ്ങിച്ചേർന്ന് വരുമ്പോഴാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളും നമ്മൾ പാലിക്കുമ്പോഴാണ് നമ്മളുടെ യാഗാർപ്പണം പൂർണ്ണമായും ദൈവം സ്വീകരിക്കുകയും അത് ദൈവപ്രസാദമായി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. ഒരു ചെറിയ കാര്യമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുപോകുന്നത്. കുഞ്ഞുങ്ങളെ, ഇതുപോലെ തന്നെ എല്ലാ അനുഷ്ഠാനങ്ങളും, പ്രത്യേകിച്ചും മദ്ബഹായിൽ കയറുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈ ഞായർ പള്ളിക്കൂടത്തിൽ ഇന്നത്തെ ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്നത്, അവരോട് എനിക്ക് പ്രത്യേകിച്ചും പറയുവാനുള്ളത്, നിങ്ങളെ ഓരോരോ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ, ശുശ്രൂഷയ്ക്ക് കൂടുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പങ്ക് നിർവഹിക്കുവാനുണ്ട്. അത് പൂർണ്ണമായും അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പണത്തോടുകൂടെ നമ്മൾ അത് നിർവഹിക്കുമ്പോൾ നമുക്കത് ദൈവപ്രസാദമായി നമുക്ക് തിരികെ ലഭിക്കും. കുഞ്ഞുങ്ങളെ, ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കരുതി വയ്ക്കുക. അനുഷ്ഠാനം അനുഭവമായി തീരണം. അങ്ങനെ ആരാധന നമ്മളുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലായിരുന്നാലും അത് അർത്ഥപൂർണമായി നമുക്ക് അനുഭവപ്പെടണം. അതിൻ്റെ പിമ്പിൽ ഒരു ഒരുക്കം വേണം. പൂർണ്ണമായും നമ്മളുടെ സമർപ്പണവും ഒരുക്കവും സമർപ്പണവും അത് പൂർണ്ണമായിട്ടുമുണ്ടെങ്കിൽ ആ യാഗാർപ്പണം, വിശുദ്ധ കുർബാന എന്ന അർപ്പണം, ആരാധനയിൽ നമ്മൾ ആ അനുഷ്ഠാനം പൂർത്തീകരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്രസാദമായി, അനുഗ്രഹമായി നമ്മളുടെ ജീവിതത്തിൽ അത് തീർച്ചയായിട്ടും തിരികെ ലഭിക്കും. അങ്ങനെ വേണം നമ്മളുടെ ജീവിതത്തെ ദൈവഭക്തിയിൽ, ദൈവതിരുസന്നിധിയിൽ നമുക്ക് നിലനിർത്തുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും. നിങ്ങളെ ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും.